ഹായ് സ്റ്റുഡൻറ്റ്, ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ക്ലാസ് 10 റിയൽ നമ്പേഴ്സ് എക്സസൈസ് കാണാം. നമുക്ക് ഓക്കെ ആയിരുന്നു 336 ആൻഡ് 54 അല്ലേ? നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരുന്നത്? പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ? HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ. ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാലൻസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 336 ആൻഡ് 54 എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കാണണം അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് 336 അപ്പം എന്താണ്? 2 കൊണ്ട് ചെയ്യാം. 1 2s are 2, ബാലൻസ് 1 13, 6 2s are 12, ബാലൻസ് 1 16. അപ്പോൾ എത്രയാണ്? 8 2s are 16 അല്ലേ? വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 8 2s are 16, 4 2s are 8 അല്ലേ? വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 4 2s are 8, 2 2s are 4. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 2s are 4, 1 2s are 2. ഇനി നമുക്ക് വീണ്ടും 21നെ 3 കൊണ്ട് ചെയ്യാം അല്ലേ? 7 3s are 21 അല്ലേ? നോക്കിക്കേ, 336ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 1 2 3 4. 2 raised to 4 ഇൻറ്റു 3 ഇൻറ്റു 7 അല്ലേ? 2ൻ്റെ 4 ഫാക്ടറാണുള്ളത്. 2 raised to 4 എന്ന് എഴുതി, ഇൻറ്റു 3 ഇൻറ്റു 7 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 54ൻ്റെ നമുക്ക് നോക്കാം. 54ൻ്റെ എങ്ങനെയാണ് നോക്കിക്കേ. 54നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 2s are 5, 7 2s are 15 അല്ലേ? നോക്കിക്കേ, ഇനി 27 എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 9 3s are 27. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 3s are 9. അപ്പം നോക്കിക്കേ, 2 ഇൻറ്റു 3യുടെ എത്ര ഫാക്ടർ ഉണ്ട്? 1 2 3. അപ്പോൾ 3 raised to 3 എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതുന്നത് എന്തിനാന്ന് വെച്ചാലോ, HCFും LCMും കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പവർ രൂപത്തിൽ എഴുതുന്ന. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അതിൻ്റെ HCFും LCMും കണ്ടുപിടിക്കണം. HCF എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, HCFും ഇതിനകത്ത് ഏതാണ് HCF വരുന്നത്? എങ്ങനെയാണ്? കോമൺ ആയിട്ടുള്ളതും സ്മോളസ്റ്റ് പവർ ഉള്ളതുമായ നമ്പർ അല്ലേ? ഇതിൽ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? ഓക്കെ, അതിന് വട്ടം വരയ്ക്കാം കേട്ടോ. ഇനി ഈ 3 ഉണ്ട്. ഇതിനകത്ത് സ്മോളസ്റ്റ് പവർ ഉള്ളതാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? സ്മോളസ്റ്റ് പവർ ഏതാണ്? 2 raised to 4 2 ഉണ്ട്, അപ്പോൾ 2 ആണ് സ്മോളസ്റ്റ് പവർ. ഇവിടെ 3 raised to 3 ഉണ്ട്, 3 ഉണ്ട്, അപ്പോൾ 3. അപ്പോൾ നമുക്ക് HCF എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് LCM കാണാം. LCM നോക്കിക്കേ, അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടർ കണ്ടതിന് ശേഷം അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറുള്ള നമ്പേഴ്സ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ഫാക്ടറും അതിന് ഇൻവോൾവ് ആയിരിക്കണം അല്ലേ? അതായത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പവർ ഏതാണ്? 2 raised to 4 അല്ലേ? ഇൻറ്റു ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പവർ 3 raised to 3 ഇൻറ്റു 7 ഇൻറ്റു 7 അല്ലേ? 7. അത് ഏതൊക്കെ ഫാക്ടറാണ് ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. 2ഉം 3ഉം 7ഉം ഉണ്ട്. പവർ 2 raised to 4, 3 raised to 3 ഇൻറ്റു 7. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ എടുക്കുക. 2 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 അല്ലേ? 16 ഇൻറ്റു 27. 3 raised to 3 27 ഇൻറ്റു 7 അല്ലേ? നോക്കിയേ, 16 ഇൻറ്റു 27. 7 6 are 42. 1 ഇൻറ്റു 7 is 7. 7 plus 4 11 അല്ലേ? 6 2s are 12. 1 2s are 2 3 അല്ലേ? 1 plus 2 3, 3 plus 1 4. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 432. ഇനി നമുക്ക് ഒരു നമ്പറും കൂടെ ഉണ്ട്. 432നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 7 കിടപ്പുണ്ട്, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 7 2s are 14, 7 3s are 21 ഇൻറ്റു 21 plus 1 22, ബാലൻസ് 2 ഉണ്ട്. 7 4s are 28, 28 plus 2 30. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 3024 അല്ലേ? നമുക്ക് HCF എത്ര കിട്ടി? HCF 6 കിട്ടി അല്ലേ? LCM എത്ര കിട്ടിയിരിക്കുക? 3024. എല്ലാവരും ചെയ്ത് നോക്കിയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്? ഇപ്പം തന്നെയാണോ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ആൻസർ? നമുക്കിനി എന്താ ചെയ്യേണ്ടത്? HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ? അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. LCM ഇൻറ്റു HCF.
LCM into HCF is equal to product of the two numbers അല്ലേ? Product of the two numbers. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പം നമുക്ക് LCM എത്രയാണെന്ന് നോക്കാം. 3024 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? 3024 ഇൻറ്റു HCF എത്രയാണ് തന്നിരിക്കുന്നത്? 6 കിട്ടിയിരിക്കുന്നത് 6. പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ഏത് നമ്പേഴ്സിൻ്റെയാണ് കാണാൻ പറഞ്ഞത്? 336 അല്ലേ? 336 ഇൻറ്റു 54 എന്താണ്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് നോക്കണം അല്ലേ? നമുക്ക് നോക്കാം. 3024നെ 54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3024നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3024 ഇൻറ്റു എത്ര വട്ട്? 6 കൊണ്ട്. 6 4s are 24, 2 6 2s are 12 plus 2 14, 6 0 0 1, 6 3s are 18. കണ്ടോ? ഇതാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് 18144. അതായത് LCMഉം HCFും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18144 ആണ് കിട്ടിയത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 336 ഇൻറ്റു എത്രയാണ്? 54 അല്ലേ? 6 4s are 24, 2 3 4s are 12, 12 plus 2 14, remainder 1, 3 4s are 12, 12 plus 1 13 അല്ലേ? ഇനി നോക്കിക്കേ. 6 5s are 30, 3 5 3s are 15 plus 3 18, 1 5 3s are 15 plus 1 60 അല്ലേ? 4 8 plus 3 11, 6 plus 1 7, 8 18 144 18 144 കണ്ടോ? നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലായെന്ന് കിട്ടി. അതായത് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ LHS ഈസ് ഈക്വൽ ടു എന്താണ്? RHS എന്ന് കിട്ടി അല്ലേ? അതായത് LCM ഇൻറ്റു ദാറ്റ് ഈസ് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ്. കണ്ടോ? ഹെൻസ് വെരിഫൈഡ്. നമ്മൾ അത് എന്ത് വെരിഫൈ ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ സെക്ഷനിലെ കണക്കുകളെല്ലാം തീർന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. Find the LCM and HCF for the following integers by applying prime factorization method. അത് 12, 15 and 21, 17, 23 and 29, 8, 9 and 25. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ LCMഉം HCF പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിൻ്റെ HCFഉം LCMഉം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 12ൻ്റെ ഫാക്ടർ നോക്കാം. 12നെ നമുക്ക് അറിയാം, ഇനി നോക്കിയേക്കാം. 2 വെച്ചിട്ട് 6 2s are 12, 2 വെച്ചിട്ട് 3 2s are 6. അപ്പം നമുക്ക് 2 raised to 2 ഇൻറ്റു 3 raised to 1 അല്ലേ? അറിയാമല്ലോ അത്. ഇനി 15 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 15 അല്ലേ? ഫാക്ടർ അതാണ്. അപ്പം പിന്നെ 21 വരുമ്പോഴും ഇതുപോലെ തന്നെ 7 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് എഴുതാം അല്ലേ? നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ HCF എന്ന് പറഞ്ഞാൽ ഈ മൂന്നിലും പൊതുവായിട്ടുള്ളതും സ്മാളസ്റ്റ് പവറും അല്ലേ? ഈ 3 നമ്പേഴ്സ് നോക്കി ഇതിൽ പൊതുവായിട്ടുള്ള എന്താണ്? 3 ആണ് അല്ലേ? 3 ഇവിടെയും 3. അപ്പോൾ മൂന്നിലും പൊതുവായിട്ടുള്ളത് നമുക്ക് എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് HCF എന്താണെന്ന് എടുക്കാം? 3 എന്ന് എടുക്കാം അല്ലേ? ഇനി LCM നോക്കാം. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് പവർ ആയിരിക്കണം, അതുപോലെ എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ആയിരിക്കണം അല്ലേ? ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? ഇതിനകത്ത് 2 raised to 2 അല്ലേ? ഇൻറ്റു പിന്നെയോ 3 raised to 1 ഇൻറ്റു 5 raised to 1 ഇൻറ്റു 7. ക്ലിയർ ആണല്ലോ നമ്പേഴ്സ്? നോക്കാം, നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 5 60, 60 ഇൻറ്റു 7, 60 ഇൻറ്റു 7 എന്താണ്? 420 കിട്ടും നമുക്ക്. 7 6 42, 0യും കൂടെ ആഡ് ചെയ്യുക, 420. അപ്പോൾ ആൻസർ കിട്ടുന്നത് നമുക്ക് HCF 3യും LCM 420 ആണ്. ഇതിനകത്ത് ഫൈൻഡ് LCM HCF എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്?
നമുക്ക് നെക്സ്റ്റ് നോക്കാം. 17, 23 ആൻഡ് 29. ഈ നമ്പേഴ്സ് നോക്കിക്കേ, ഇതെന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? പ്രൈം നമ്പേഴ്സ് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? പ്രൈം നമ്പേഴ്സിനെ 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. ഏതൊക്കെയായിരിക്കും? 1ഉം അതേ നമ്പർ, 1 ആൻഡ് ദി നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പം നമുക്ക് 17 നമുക്ക് എങ്ങനെ എഴുതാം? 1 into 17 അല്ലേ? 23ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 1 into 23. 29 നമുക്ക് എങ്ങനെ എഴുതാം? 1 into 29. അപ്പം ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ഏതാണ്? 1 മാത്രം അല്ലേ? അപ്പോൾ HCF എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? നമ്പർ ഏത് നമ്പറാണ്? 1. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ, അതായത് 1 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ വേറൊരു ഫാക്ടേഴ്സും ഇല്ല, നേരെ മറിച്ച് 1 മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള നമ്പേഴ്സിനെ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് LCM എടുക്കാം. അപ്പം 17ഉം 23യും 29 എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? നോക്കിക്കേ, HCF LCM എടുക്കുക. LCM വരുമ്പോൾ 17 into 23 into 29 അല്ലേ? ഇൻറ്റു 1. ഓക്കെ ആണല്ലോ, എല്ലാ നമ്പേഴ്സും വന്നല്ലോ. ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക്. 23യും 17നും കൂടെ 7 into 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 21 അല്ലേ? 2, 7 2s are 14, 14 plus 2 16 അല്ലേ? 1 3s are 3, 1 2s are 2, 1 6 plus 3 9, 2 plus 1 3, 3 9 1 അല്ലേ? ഇനി 3 9 1നെ വീണ്ടും എന്തുകൊണ്ട് ചെയ്യണം? വേറൊരു നമ്പറും കൊണ്ട് 29. 1 9s are 9, 9 into 9 എന്ന് പറഞ്ഞാൽ എന്താ? 81, 8, 9 3s are 27, 27 plus 8 എത്രയാണ്? 35 അല്ലേ? ഓക്കെ, 1 2s are 2, 9 2s are 18, 1 3 2s are 6, 6 plus 1 7, 9 3 8 plus 5 13, 7 plus 3 10 11 അല്ലേ? നമ്പർ ആൻസർ കിട്ടിയത് 11 3 3 9. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് HCF എന്ന് പറഞ്ഞാൽ 1 കിട്ടി, LCM എന്ന് പറഞ്ഞാൽ 1 1 3 3 9 എന്നും കിട്ടി. ഇത് മാത്രമേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആൻസർ നമുക്ക് കിട്ടുകയും ചെയ്തു അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8 9 ആൻഡ് 25 അല്ലേ? നമുക്ക് നോക്കാം. 8ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 2 cube എന്ന് എഴുതാം അല്ലേ? 9ൻ്റെയോ 3 square എന്ന് എഴുതാം. 25ൻ്റെയോ 5 square എന്ന് എഴുതാം അല്ലേ? HCF എടുക്കുമ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ഇതെന്താണ് നമുക്ക് വരുന്നത്? എല്ലാ ഫാക്ടറിനും കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ട്. ഏതാണ്? 1 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ യൂണിവേഴ്സൽ നമ്പർ എന്ന് കൂടെ പറയാം 1നെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഫാക്ടർ 1 ഉണ്ട്. ഓക്കെ, 1 നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഇതെല്ലാം കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? അതായത് 1 മാത്രമാണ് അതിന് കോമൺ ആയിട്ട് ഫാക്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പറയാം? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ? അപ്പം നമുക്ക് HCF വരുന്നത് എന്താണ്? 1 ആണ്. LCM വരുന്നതോ? LCM വരുന്നത് നോക്കിക്കേ, 2 cube into 3 square into 5 square into 1 അല്ലേ? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് LCM എന്ന് പറയുന്നത്. 2 cube എന്ന് പറഞ്ഞാൽ 8, 3 square എന്ന് പറഞ്ഞാൽ 9, 5 square എന്ന് പറഞ്ഞാൽ 25 അല്ലേ? നോക്കിക്കേ, 8 into 9 72, 72 into 25. ഈ 2 5s are 10, 1 7 5s are 35, 1 plus 1 36 അല്ലേ? 2 2s are എന്താണ്? 4, 7 2s are 14, 0 10 8. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1800 അല്ലേ? അപ്പം ഇതിൻ്റെ LCM HCF 1 കിട്ടി. വേറെ ഫാക്ടർ ഒന്നുമില്ല. 1 എന്ന് പറയുന്ന യൂണിവേഴ്സൽ നമ്പറാണ്. എല്ലാത്തിനും 1 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് HCF എടുക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. അതായത് വേറൊരു ഫാക്ടറും ഇല്ലാതെ നമ്മൾ 1 മാത്രമായിട്ട് ഫാക്ടർ വരുമ്പോൾ അതെന്താണ്? അത് കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? LCM എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? 1800. ഓക്കെ, ഈ സെക്ഷനിലെ കണക്ക് നമുക്ക് തീർന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ HCF ഓഫ്
306 657 ഈസ് ഈക്വൽ ടു 9. ഫൈൻഡ് LCM ഓഫ് 306 657 അല്ലേ. നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 9 തന്നിട്ടുണ്ട് അല്ലേ. LCM ഓഫ് 306 657, അത് ഈ നമ്പേഴ്സിന്റെ LCM ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ്. അതിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്തോ LCM അല്ലേ. നമുക്കൊന്ന് LCMനെ ഇവിടെ നിർത്താം. ബാലൻസ് നോക്കിയേ, ഇക്വേഷൻ എങ്ങനെ വരും? പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ഡിവൈഡ് ബൈ എന്തെന്ന് വരും? HCF അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഏതൊക്കെയാണ്? HCF തന്നിട്ടുണ്ട്, നമുക്ക് നമ്പേഴ്സ് അറിയാം അല്ലേ. നമ്പേഴ്സ് ഏത് നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 306ഉം 657ഉം. 306 ഇൻറ്റു 657 ഡിവൈഡ് ബൈ എന്താണ്? HCF തന്നിട്ടുണ്ട്, ഏതാണ്? 9. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 65നകത്ത് നമ്മൾ 9 എടുത്ത 9 7s are 63 അല്ലേ. ബാലൻസ് എത്രയുണ്ട് ഇവിടെ? 2 27 7 9 3s are 27. നമുക്ക് കിട്ടുന്ന 306 ഇൻറ്റു 73. ഈ 306നെ നമുക്ക് എന്ത് ചെയ്യണം? 73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 306 ഇൻറ്റു 73, 6 3s are എത്രയാണ്? 18. 30 3 ഇൻറ്റു 0 0 ആണ്. 18ൻ്റെ 1 ഇവിടെ എഴുതും. 3 3s are 9 അല്ലേ. 7 6 are 42, 4 7 3s are 21, 8 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3, 9 പ്ലസ് 4 13, 1 പ്ലസ് 1 2 അല്ലേ. പിന്നെ 2. അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 2 2 3 3 8. കണ്ടോ? അപ്പം എന്താണ് ഈ നമ്പേഴ്സ്? അതായത് LCM ഓഫ് എന്താണ് കിട്ടിയിരിക്കുന്നത്? LCM ഓഫ് 306 657 സീക്വൽ ടു എത്രയെന്ന് കിട്ടി നമുക്ക്? 2 2 3 3 8. കണ്ടോ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ.